നമസ്കാരം. പ്രധാന വാർത്തകൾ. ബംഗാളിൽ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം പോലീസും സിബിഐയും ഉൾപ്പെട്ട സംഘം അന്വേഷിക്കും. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ജനുവരി 22-ന് രാജ്യത്തെ എല്ലാ കോടതികൾക്കും അവധി നൽകണമെന്നാവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് കത്തയച്ച് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. അഫ്ഗാനിസ്ഥാനെതിരെ മൂന്നാം T20 സഞ്ജുവിന്റേത് തകർപ്പൻ സ്റ്റംപിംഗ്. വാർത്തകൾ വിശദമായി. ബംഗാളിൽ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ച് കൽക്കത്ത ഹൈക്കോടതി. പശ്ചിമ ബംഗാൾ പോലീസും സിബിഐയും സംയുക്തമായാണ് അന്വേഷണ സംഘം. കേസ് സിബിഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ഇഡി കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം സന്ദേശ് ഗ്രാമത്തിൽ വെച്ചാണ് ഇഡി ഉദ്യോഗസ്ഥരെ ആൾക്കൂട്ടം ആക്രമിച്ചത്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ജനുവരി 22-ന് രാജ്യത്തെ എല്ലാ കോടതികൾക്കും അവധി നൽകണമെന്നാവശ്യപ്പെട്ട് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചീഫ് ജസ്റ്റിസിന് കത്തയച്ചു. അയോധ്യയിലെ ചടങ്ങുകളിലും മറ്റിടങ്ങളിൽ നടക്കുന്ന അനുബന്ധ ചടങ്ങുകളിലും പങ്കെടുക്കുന്നതിലേക്ക് അവധി നൽകണമെന്നാണ് ആവശ്യം. രാജ്യത്തുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ ചടങ്ങ് വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നതെന്ന് BCI ചെയർപേഴ്സൺ മനൻ കുമാർ മിശ്ര കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇനി കായിക വാർത്ത. അഫ്ഗാനിസ്ഥാനെതിരെ മൂന്നാം T20 മത്സരത്തിൽ സഞ്ജുവിന്റെ തകർപ്പൻ സ്റ്റംപിംഗ് ആണ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത്. ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.